പ്രിയ സുഹൃത്തുക്കളെ, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ഇറ്റ് ഈസ് സോ ഹാർഡ് ടു ഫൈൻഡ് ഔട്ട് എ പേഴ്സൺ ഹൂ ഡസൻറ്റ് ലൈക്ക് ടു ട്രാവൽ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളിലൊന്ന് നമ്മുടെ ടൂറിൻ്റെ ദിവസങ്ങളിലായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളാവും എല്ലാവരും അല്ലേ? ചില സമയത്ത് ട്രാവൽ എന്ന് പറയുന്നത് വെറും യാത്ര, എന്തെങ്കിലും കാണാനുള്ള വെറും യാത്ര മാത്രമായിരിക്കില്ല. It will not be mere exploration of the physical features of the landscape. ഒരു ഭൂവിഭാഗത്തിൻ്റെ ഭൗതികമായ സൗന്ദര്യം ആസ്വദിക്കുക മാത്രമായിരിക്കില്ല നമ്മുടെ ലക്ഷ്യം. അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. ചില സമയത്ത് അവിടുത്തെ ആളുകളുടെ ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കസ്റ്റംസ്, അതായത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതിനെയൊക്കെ തിരയാൻ വേണ്ടിയിട്ടും യാത്ര നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ഒരു പാഠം ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറഞ്ഞ ചാപ്റ്ററും ട്രാവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. ആൻഡ് ബിഫോർ ദാറ്റ് we will go through the introduction that you read and reflect. Travel at times crosses the frontiers of many, a mere exploration of physical features of a landscape, and takes us far beyond to the exploration of the real self of a land which is embedded in its customs, traditions and rituals. Travel പലപ്പോഴും ക്രോസ് ചെയ്യുന്നു ദ ഫ്രണ്ടിയേഴ്സ്, ബൗണ്ടറീസ്. എന്തിൻ്റെ ബൗണ്ടറിയാണ്? ഓഫ് മിയർ എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ ലാൻഡ്സ്കേപ്പ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭൂവിഭാഗത്തിൻ്റെ ഭൗതികമായിട്ടുള്ള ആ ഒരു സൗന്ദര്യം മാത്രമല്ല, അതിലപ്പുറം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ആൻഡ് ടേക്സ് us far beyond to the exploration of a real self of a land which is embedded in its customs, traditions and rituals. ആചാരാനുഷ്ഠാനങ്ങളോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഭൂവിഭാഗത്തിൻ്റെ സെൽഫ്, അന്തസത്ത കണ്ടെത്തുവാൻ വേണ്ടിയും നമ്മൾ യാത്ര ചെയ്യാറുണ്ട് അല്ലേ? ഹിയർ ഈസ് എ ട്രാവൽ എക്സ്പീരിയൻസ് ദാറ്റ് അക്വൈൻസ് us, നമ്മളെ പരിചയപ്പെടുത്തുന്നു വിത്ത് എ സ്ട്രേഞ്ച് റിച്വൽ ഓൺ എ ഫിജിയൻ ഐലൻഡ്. നമ്മളെ പരിചയപ്പെടുന്നത് എന്താണ്? ഒരു അസാധാരണമായിട്ടുള്ള ഒരു ആചാരം. ഫിജിയൻ ഐലൻഡ്, ഫിജിയൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൽ ഉള്ള ഒരു ആചാരം പരിചയപ്പെടുത്തുന്ന ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഇത്. ഇനി ഫിജിയെക്കുറിച്ച് രണ്ട് വാക്ക്. ദ റിപ്പബ്ലിക് ഓഫ് ഫിജി ഐലൻഡ്സ് ഈസ് എ മൾട്ടി കൾച്ചറൽ ഐലൻഡ് നേഷൻ with the cultural traditions of the people of Oceanic, European, South Asian and East Asian origins. അവിടെ പല ഭാഗത്തു നിന്ന്, ഓഷ്യാനിക്, യൂറോപ്യൻ, സൗത്ത് ഏഷ്യൻ, ഈസ്റ്റ് ഏഷ്യൻ, ഇവിടെ നിന്നൊക്കെ കുടിയേറി പാർത്ത ഇവരുടെയൊക്കെ സംസ്കാരങ്ങൾ പേറുന്ന ഒരു മൾട്ടി കൾച്ചറൽ ലാൻഡാണ് ഫിജിയൻ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഫിജി കൺസിസ്റ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 320 islands in the southwest Pacific Ocean, about 1960 miles from Sydney, Australia. About 100 of these islands are inhabited. ഇപ്പോൾ ഫിജിയൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെയൊക്കെ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ഏതാണ്ട് 320 ദ്വീപ് സമൂഹങ്ങൾ ചേർന്നതാണ് ഫിജിയൻ ഐലൻഡ്സ്. അത് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് വെസ്റ്റ് പസഫിക് ഓഷ്യനിലാണ്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് ഏതാണ്ട് 1960 മൈൽ അകലെ, അതായത് 3152 കിലോമീറ്റേഴ്സ് അകലെ സ്ഥിതി ചെയ്യുന്നു ഫിജിയൻ ഐലൻഡ്സ്. About 100 of these islands are inhabited. അവിടെ ഏതാണ്ട് 100 കണക്കിന് ഐലൻഡ്സ് മാത്രമേ, 320ഓളം ദ്വീപുകളുണ്ടെന്ന് പറഞ്ഞു, അതിലെ 100 മാത്രമേ മനുഷ്യവാസം ഉള്ളൂ. ഇൻഹാബിറ്റ് ചെയ്യാവുന്നതാണല്ലോ, മനുഷ്യർ വസിക്കുന്നത് അത്രയും ദ്വീപുകളിൽ മാത്രമാണ്. ഇനി അവിടെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 9 ലക്ഷത്തോളമേ ഉള്ളൂ. സോ now we are moving on to the chapter the sacred turtles of Kadavu. On the island of Kadavu, here the exact pronunciation of Kadavu is given. It's not Kadavu, it is Kandavu. So here onwards we will pronounce it as Kandavu. One of the larger islands of Fiji group and some 50 miles by water from the capital city of Suva is the Fijian village of Namuana. ഫിജിയൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൽ വലിപ്പമേറിയ ദ്വീപുകളിൽ ഒന്നാണ് ഐലൻഡ് ഓഫ് കണ്ടാവു അല്ലേ? അവിടേക്ക് എത്രത്തോളം ദൂരമുണ്ടെന്നാണ് പറയുന്നത്? സം 50 miles ബൈ വാട്ടർ, ജലമാർഗെ ഏതാണ്ട് 50 മൈൽ ദൂരമുണ്ട്. എവിടെ നിന്ന്? ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സുവയിൽ നിന്ന്. ഈസ് ദ ഫിജിയൻ വില്ലേജ് ഓഫ് നമുവാന. ഒരു ഫിജിയൻ വില്ലേജ് ആയിട്ടുള്ള നമുവാന എന്ന് പറയുന്ന ആ സ്ഥലം എവിടെയാണെന്നാണ് പറയുന്നത്? നമ്മുടെ കണ്ടാവു ഐലൻഡിലെ ഒരു വില്ലേജാണ്.
Namuana nestles at the foot of the beautiful bay adjacent to the government station in Munisi Harbour. Namuana nestles means rests, settle comfortably. ഇവിടെ സ്ഥിതി ചെയ്യുക എന്നേ അർത്ഥമുള്ളൂ. വളരെ കംഫർട്ടായിട്ടിരിക്കുന്നതിനാണ് നെസിൽ എന്ന് സാധാരണ പറയാറ്. ഇവിടെ നമോന വില്ലേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറ്റ് ദ ഫുട്ട് ഓഫ് ദ ബ്യൂട്ടിഫുൾ ബേ, ഒരു ഉൾക്കടലിൻ്റെ ഭാഗത്താണ്. ബേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ഭാഗവും കരയാൽ ചുറ്റപ്പെട്ട കടലിൻ്റെ ഭാഗത്തിനെയാണ് ബേ എന്ന് പറയുക. ആ കരഭാഗം ഏതാണ്ട് കുന്നുപോലെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ആ ഹില്ലിൻ്റെ താഴത്തായിട്ടാണ്, ഫുട്ട് ഓഫ് ദ ബേ എന്നാണ് പറയുന്നത്. അതായത് ആ കുന്നിൻ്റെ താഴെ ഭാഗത്തായിരിക്കും ഈ ഒരു വില്ലേജ് ഉണ്ടായിരിക്കുക. എവിടെ? അഡ്ജേസൻറ്റ് മീൻസ് നിയർ ബൈ, അടുത്ത്. ടു ദ ഗവൺമെൻറ് സ്റ്റേഷൻ ഇൻ വുനീസി ഹാർബർ. അവിടെ ഐലൻഡിലുള്ള ഒരു ഹാർബർ, ഒരു തുറമുഖമാണ് വുനീസി ഹാർബർ. അവിടെയുള്ളൊരു ഗവൺമെൻറ് സ്റ്റേഷൻ, അതിനോട് തൊട്ടടുത്താണ് ഈ ഒരു നമുവാന വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഹിയർ ദ ഐലൻഡ് ഓഫ് കണ്ടാവു നാരോസ് ഡൗൺ ടു an isthmus, and by climbing the hill behind Namuana village one can stand on the saddle and look out to the sea to the south and the north. ഇവിടെ ആ ഐലൻഡിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഐലൻഡ് ഓഫ് കണ്ടാവു എങ്ങനെയാണ്? ഇറ്റ് നാരോസ് ഡൗൺ, അതങ്ങനെ നേർത്ത് വരുന്നുണ്ട്. ആ ഐലൻഡ് അങ്ങനെ നേർത്ത് വന്ന് എന്തായിട്ട് മാറുന്നു? ഒരു ഇസ്മസ് ആയിട്ട് മാറുന്നു. അതൊരിക്കലും ഇസ്തുമസ് എന്ന് വായിക്കരുത് കേട്ടോ. ഇസ്മസ് ഒരു കരയിടുക്കായിട്ട്, ഒരു മുനമ്പായിട്ട് മാറുകയാണ്. See this picture. And by climbing the hill behind Namuana village, ഈ നമുവാന വില്ലേജിൻ്റെ തൊട്ടുപുറകിൽ ഒരു കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കയറുമ്പോൾ one can stand on the saddle. ഏതുപോലെയാണ്? ആ കുന്ന് ഏതാണ്ട് ഒരു സാഡിൽ പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹോഴ്സിൻ്റെ മുകളിലിരിക്കുന്ന സീറ്റിനെയൊക്കെയാണല്ലോ സാഡിൽ എന്ന് പറയുക. അത്രയും നാരോ ആയിട്ടുള്ള ഒരു സീറ്റ്, അതാണ് സാഡിൽ എന്ന് പറയുക. അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് ഓൺ ദ സാഡിൽ ഓഫ് ദാറ്റ് ഹിൽ സൈഡ്, ഒരു റിഡ്ജ് പോലെയുള്ള ഒരു നാരോ റിഡ്ജ് അല്ലേ, ഒരു തിട്ട. എ റിഡ്ജ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സാഡിൽ. കുതിരപ്പുറത്ത് എങ്ങനെ ഒരാൾക്ക് 2 കാലുകളും ഇരുപുറത്തായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ അത്രത്തോളം നാരോ ആയിട്ടുള്ള ഒരു ഹില്ലാണ്. അതാണ് ഇവിടെ സാഡിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ആ ഒരു കുന്നിൻ്റെ മുകളിൽ അങ്ങനെ നിൽക്കാം. ഏറ്റവും നാരോ ആയിട്ടുള്ള ആ കുന്നിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ എന്ത് കാണാം? ആൻഡ് ലുക്ക് ഔട്ട് ടു ദ സീ ടു ദ സൗത്ത് ആൻഡ് ടു ദ നോർത്ത്. That is, one can easily watch the southern and northern side of the sea. അവിടെ നിൽക്കുമ്പോൾ ഇരുഭാഗത്തുമുള്ള സമുദ്രത്തെ വീക്ഷിക്കാൻ സാധിക്കും. Legend says that, ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. In the days gone by, കഴിഞ്ഞുപോയ ദിനങ്ങളിൽ, the warriors of Kandavu slid their canoes on rollers up over the narrow neck of the land to save the long journey around the east and west of the Kandavu island. കഴിഞ്ഞ കാലത്ത് കണ്ടാവുയിലെ വാരിയേഴ്സ്, അവിടുത്തെ യോദ്ധാക്കളൊക്കെ എന്ത് ചെയ്തിരുന്നു? സ്ലൈഡ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്ലിഡ്. അവരങ്ങനെ സ്ലൈഡ് ചെയ്ത് നീക്കിയിരുന്നു, തെന്നി നീക്കിയിരുന്നു. എന്താണ് തെന്നി നീക്കിയിരുന്നത്? ദ കനോസ്, സ്മോൾ ബോട്ട്സ്, കൺട്രി ബോട്ട്സ്, ചെറിയ നീളൻ ബോട്ടുകൾ, തോണികൾ പോലെയുള്ള ബോട്ടുകൾ അവരെന്ത് ചെയ്തിരുന്നു? സ്ലൈഡ് ചെയ്തിരുന്നു എന്നാണ്. ഓൺ ദ റോളേഴ്സ്, എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കളൊക്കെ മരത്തിൻ്റെ ഉരുളിൻ്റെ സഹായത്തോടുകൂടി തള്ളി നീക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? കെനൂസാണ് ഈ റോളേഴ്സിൻ്റെ സഹായത്തോടുകൂടി കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വാരിയേഴ്സ് നീക്കുന്നത്. അപ്പ് ഓവർ ദ നാരോ നെക്ക് ഓഫ് ദ ഐലൻഡ്. അപ്പോൾ അവിടുത്തെ ഐലൻഡിൻ്റെ പ്രത്യേകത പറഞ്ഞു. ആ ഐലൻഡിൻ്റെ ഹില്ലിൻ്റെ പ്രത്യേകത എന്താണ്? നാരോ ആയിട്ടുള്ള നെക്കാണ്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാഡിൽ ലൈക്ക് റോക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ യോദ്ധാക്കൾ തങ്ങളുടെ കാനോസ് റോളേഴ്സിൻ്റെ സഹായത്തോടെ ഉന്തിക്കയറ്റും. എന്തിനു വേണ്ടി? to save the long journey around the east and the west of the Kandavu Island. ഒന്നുകിൽ കണ്ടാവു ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഈ സൈഡിലൂടെയോ വെസ്റ്റ് സൈഡിലൂടെയോ ഒരുപാട് ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ആ ചുറ്റിലൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ചെറിയൊരു കുന്നല്ലേ, ആ കുന്നിലേക്ക് അങ്ങോട്ട് ഉന്തിക്കയറ്റിയാൽ മതി, കഴിഞ്ഞു എന്നിട്ട് അവിടെ ഇറക്കിയാൽ മതി. അപ്പോൾ സുഖമായിട്ട് എന്ത് ചെയ്യാം? കണ്ടാവിലേക്ക് എത്താൻ സമയം ലാഭിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിരുന്നു പണ്ട് കാലത്ത് ആളുകൾ, വാരിയേഴ്സ് എന്നാണ് പറയുന്നത്. The women of Namuana village still preserve a very strange ritual, that of calling turtles from the sea. Namuana വില്ലേജിലെ സ്ത്രീകൾ ഇപ്പോഴും ഒരു അസാധാരണമായിട്ടുള്ള ആചാരം കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു ആചാരം പ്രിസർവ് ചെയ്യുന്നുണ്ട്. എന്താണത്? that of calling turtles from the sea. കടലിൻ്റെ ഉപരിതലത്തിലേക്ക് ആമകളെ വിളിക്കുന്ന ഒരാചാരം. If you visit Namuana village to see the turtle calling, your schooner anchors in a beautiful bay right under the cliffs of a rocky headland. ഈ ടർട്ടിൽ കോളിംഗ്,
ആമയെ വിളിക്കുന്ന ഈ ഒരു ആചാരം കാണാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നമുവാന വില്ലേജിൽ പോകുമ്പോൾ നിങ്ങളുടെ സ്കൂണർ പറഞ്ഞാൽ പായ്ക്കപ്പലാണ് അല്ലേ, സെയിലിംഗ് വെസലാണ് സ്കൂണർ, അത് ആങ്കർ ചെയ്യുക. എവിടെയായിരിക്കും ആങ്കർ ചെയ്യുക? നങ്കൂരമിടുക ഇൻ എ ബ്യൂട്ടിഫുൾ ബേ റൈറ്റ് അണ്ടർ ദ ക്ലിഫ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്തിൻ്റെ താഴ്ഭാഗത്തുള്ള ഭംഗിയേറിയ ഒരു ബേ, ഉൾക്കടലിൻ്റെ ഭാഗത്താണ് നിങ്ങൾ നങ്കൂരമിടുക. ഈ ചിത്രത്തിൽ കാണുന്നതാണ് റോക്കി ഹെഡ്ലാൻഡ്. യു ലാൻഡ് ഓൺ ദ ബീച്ച്. നിങ്ങളവിടെ ഒരു ചെറിയൊരു ബീച്ച് ഉണ്ടാവും അല്ലേ. റോക്കി ഹെഡ്ലാൻഡാണ് മുകളിലെങ്കിലും ഒരു ചെറിയൊരു സ്ഥലത്ത് എന്തുണ്ടാവും, ഒരു ബീച്ച് പോലെ ഒരു ഭാഗമുണ്ട്. ആൻഡ് ദെൻ either sit on the rocks under the bluffs on the beach or climb rocky tract to a point some 150 or 200 feet up the rock face. നിങ്ങളങ്ങനെ ബീച്ചിൽ ലാൻഡ് ചെയ്യും. എന്നിട്ടോ ഒന്നുകിൽ നിങ്ങൾ അവിടുത്തെ പാറയുടെ മുകളിൽ അങ്ങനെ ഇരിക്കും. എവിടെ? അണ്ടർ ദ ബ്ലഫ്സ്. ബ്ലഫ് എന്ന് പറഞ്ഞാൽ എ സ്റ്റീപ്പ് ബാങ്ക് ബൈ ദ റിവർ ഓർ സീ. പുഴയുടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കടലിൻ്റെയൊക്കെ അരികിലുള്ള കുത്തനെയുള്ള ബാങ്ക്, ഷോർ, തീരം, അതിനെയാണ് ബ്ലഫ് എന്ന് പറയുക. ഇപ്പോൾ തിരമാലകളൊക്കെ വന്നടിക്കുന്നത് കുത്തനെയുള്ള പാറക്കെട്ടുകളിലാണ്. ചെങ്കുത്തായ ഒരു തീരമാണ് ഈ ഒരു പ്രദേശത്തിനുള്ളത്. ആ ചെങ്കുത്തായ പ്രദേശത്തിൻ്റെ താഴെയുള്ള ആ പാറകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം. അല്ലെങ്കിലോ ക്ലൈംബ് എ റോക്കി ട്രാക്ട്, റോക്കി ഏരിയ അല്ലേ, പാറ നിറഞ്ഞ ആ പ്രദേശത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതാണ്ട് 150 അല്ലെങ്കിൽ 200 അടി മുകളിലുള്ള റോക്ക് ഫേസിലേക്ക് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് കയറിപ്പോകാം. ഹിയർ യു ഹാവ് എ സ്പ്ലെൻഡിഡ് വ്യൂ. അങ്ങനെ കയറി കഴിഞ്ഞാൽ you will have a magnificent, very beautiful view and will find assembled, നിങ്ങളവിടെ കാണും, you will find assembled all the maidens of the village of നമുവാന. നമുവാനയിലെ കന്യകമാർ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, മെയ്ഡൻസ് എല്ലാവരും അവിടെ അസംബിൾ ചെയ്യുന്ന, ഒത്തൊരുമിച്ച് കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻറ്റ്, അവരെന്തോ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അപരിചിതമായിട്ടുള്ള വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മന്ത്രം. ആസ് ദ ചാൻറ്റ്, അവർ ആ മന്ത്രം ചൊല്ലുന്ന സമയത്ത്, ഇഫ് യു ലുക്ക് വെരി കെയർഫുള്ളി ഡൗൺ ഇൻ ടു ദ വാട്ടർ ഓഫ് ദ ബേ, ആ ഉൾക്കടലിലെ വെള്ളത്തിലേക്ക് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നോക്കിയാൽ, യു വിൽ സീ ജയന്റ് ടർട്ടിൽസ് റൈസ് വൺ ബൈ വൺ ടു ലൈ ഓൺ ദ സർഫസ് ലിസണിങ് ടു ദ മ്യൂസിക്. യു വിൽ വിറ്റ്നസ് ജയന്റ് ടർട്ടിൽസ്, വളരെ ഭീമാകാരമായ ആമകൾ മുകളിലേക്ക്, വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക്, സർഫസിലേക്ക് പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെ? ലിസണിങ് ടു ദ മ്യൂസിക്. ദേ കം ടു ദ സർഫസ് ഓഫ് ദ സീ ടു എൻജോയ് ദ സ്വീറ്റ്നെസ് ഓഫ് ദ മ്യൂസിക്. ദിസ് ഈസ് നോട്ട് എ ഫെയറി ടൈൽ. ഇതൊരു കെട്ടുകഥയല്ല. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ, ഇവിടെയുള്ള ഈ ഒരു ഭാഗം, അതായത് ഈ വെള്ളത്തിൽ എന്ത് നടക്കില്ല? ഈസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടെറൽസ്. ഇവിടെ ആമയെ പിടിക്കൽ നിരോധിച്ച മേഖലയാണ്. അവിടെ ഇങ്ങനെ ഒരു ബാനർ വെച്ചിട്ടുണ്ടാവും, അവിടെ നോട്ടീസൊക്കെ ഉണ്ട്. എന്തായിരിക്കും നോട്ടീസ്? ഫിഷിംഗ് ഓഫ് ടെറൽസ് ഈസ് പ്രൊഹിബിറ്റഡ് ഹിയർ. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ആമയെ പിടിക്കുക എന്നുള്ള മോഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് മാറ്റിവെച്ചാൽ മതി, അതൊന്നും അവിടെ നടക്കില്ല. Another interesting sideline to this performance is that, മാത്രമല്ല മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന സൈഡ് ലൈനും കൂടി. സൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ തിങ് ഓഫ് എ മെയിൻ ഐറ്റം. നമ്മൾ പറയാറുണ്ടല്ലേ, ഓംലെറ്റ് നീഡ് നോട്ട് ബി എ സൈഡ് ലൈൻ ടു യുവർ മീൽസ്. നമുക്ക് എന്ത് ചെയ്യാം? ഓംലെറ്റിനെ വേണമെങ്കിൽ ഒരു മെയിൻ ഭക്ഷണമാക്കാം, വെറുതെ സൈഡ് ലൈൻ ആക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് സൈഡ് ലൈൻ. ഈ ഒരു പെർഫോമൻസിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈസ് ദാറ്റ് ഇഫ് എനി മെമ്പർ ഓഫ് ദ നിയർ ബൈ വില്ലേജ് ഓഫ് നബുക്കേളവു ഈസ് പ്രസൻറ്റ്. അവിടെ അടുത്ത് നബുക്കേളവു എന്ന് പറയുന്ന ഒരു വില്ലേജ് കൂടിയുണ്ട്. നബുക്കേളവു വില്ലേജിലെ ആരെങ്കിലും അവിടെ പ്രസൻ്റ് ആണെങ്കിൽ, സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ, then the turtles will not rise to the surface of the bay. അവിടുത്തെ ആമകളൊന്നും ആ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന വില്ലേജിലെ നബുക്കേളവയിലെ ആളുകളെ ഒന്നും അവിടുത്തെ ആമകൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ ആമകൾ ഒരിക്കലും കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വരാറില്ല. ആൻഡ് ദ ടർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അബാൻഡൻഡ്. അപ്പോൾ ആ ഒരു ചടങ്ങ് അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. ആ ചടങ്ങ് അബാൻഡൻ ചെയ്യുക, ഉപേക്ഷിക്കേണ്ടി വരും. As is usually the case with such strange ceremonies and customs in Fiji, the turtle calling is based on an ancient legend still passed on from father to son among the Fijian people of Kandavu. As is usually the case with such strange ceremonies and customs. സാധാരണമായിട്ട് ഏതൊരു വിചിത്രമായ ആചാരമോ അനുഷ്ഠാനമോ എന്ന പോലെ തന്നെ ഈ ഫിജിയിലും ദ ടർട്ടിൽ കോളിംഗ് ഈസ് ബേസ്ഡ് ഓൺ, ഈ ടർട്ടിൽ കോളിംഗ്
എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ആൻ ആൻഷ്യൻ ലെജൻഡ്, ഒരു പുരാതനമായിട്ടുള്ള ഐതിഹ്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. ആ ഐതിഹ്യം എങ്ങനെയാണ്? ഏതൊരു ലെജൻഡും ഒരു തലമുറയിൽ നിന്ന് മറ്റേ തലമുറയിലേക്ക് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഇവിടെയും അങ്ങനെയാണ്. സ്റ്റിൽ പാസ്ഡ് ഓൺ ഫ്രം ഫാദർ ടു സൺ, അച്ഛനിൽ നിന്ന് മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഒരു ഐതിഹ്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കസ്റ്റം ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഫിജിയൻ പീപ്പിളിൻ്റെ ഇടയിലും ഇങ്ങനെയൊരു ഐതിഹ്യം നിലനിന്നിരുന്നു. അപ്പോൾ എന്താണ് ആ ലെജൻഡ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. മെനി ഇയേഴ്സ് എഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമുവാന ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു, കണ്ടാവുവിലെ ബ്യൂട്ടിഫുൾ ഐലൻഡായിട്ടുള്ള നമുവാനയിൽ ലിവ്ഡ് എ വെരി ലവ്ലി പ്രിൻസസ്, അവിടെ ഏറ്റവും മനോഹരിയായ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. കോൾഡ് ടിനൈക്കോബോഗ, അല്ലേ? ടിനൈക്കോബോഗ എന്ന പേരായ രാജ്ഞി. ഹൂ വാസ് ദ വൈഫ് ഓഫ് ദ ചീഫ് ഓഫ് നമുവാന, നമുവാനയിലെ മുഖ്യൻ്റെ ഭാര്യയായിരുന്നു. ടിനൈക്കോബോഗ ഹാഡ് എ ചാമിങ് ഡോട്ടർ, ആ സുന്ദരിയായ അമ്മയ്ക്ക് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു മകളുമുണ്ട്, കോൾഡ് റൊഡാലിസ്. ആൻഡ് ദ ടു വിമൻ ഓഫൺ വെൻ ഫിഷിംഗ് ഓൺ ദ റീഫ്സ് അറൗണ്ട് ദ ഹോം, കടലിനോട് ബന്ധപ്പെട്ടാണല്ലോ അവരുടെ ജീവിതം. അപ്പോൾ അവരെന്ത് ചെയ്യുമായിരുന്നു? റൊഡാലിസും അതുപോലെ അമ്മയായ ടിനൈക്കോബോഗയും. ടു വിമൻ ഓഫൺ, അവർ പലപ്പോഴും എന്തിനു പോയി? വെൻറ്റ് ഫിഷിംഗ്. ചിലപ്പോഴൊക്കെ എഡിറ്റിങ്ങിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെൻറ്റ് ഫോർ ഫിഷിംഗ് എന്നൊക്കെ പറയാറുണ്ട് ചില ചോദ്യങ്ങളിൽ. അപ്പോൾ നമുക്കറിയാം ഈ ഫിഷിങ്ങിന് മുമ്പ് ഫോർ ഒന്നൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെൻറ്റ് ഫിഷിംഗ്. എവിടെ? ഓൺ ദ റീഫ്സ്, മീൻ പിടിക്കാൻ പോകുന്നു. എങ്ങോട്ട്? റീഫ്സ്. റീഫ് എന്ന് പറഞ്ഞാൽ റോക്സ് ഹിഡൺ ഇൻ ദ സീ, കടലിൽ മുങ്ങിക്കിടക്കുന്ന പാറക്കെട്ടുകളെയാണ് റീഫ്സ് എന്ന് പറയുക. അപ്പോൾ അവിടേക്ക് അവരങ്ങനെ മീൻ പിടിക്കാൻ പോക്കുണ്ട്, അവരുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഏരിയയിൽ. വൺസ് ടിനൈക്കോബോഗ ആൻഡ് റൊഡാലിസ് വെൻറ്റ് ഫർദർ അഫീൽഡ് ദാൻ യൂഷ്വൽ, ഒരിക്കൽ ഈ രണ്ടുപേരും വെൻറ്റ് ഫർദർ, കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി. അഫീൽഡ്, ഫർദർ അഫീൽഡ് മീൻസ് ലോങ് ഡിസ്റ്റൻസ് എവേ, കുറച്ചുകൂടി ദൂരത്തേക്ക് അവർ പോയി. ദാൻ യൂഷ്വൽ, സാധാരണ പോകുന്നതേക്കാൾ അപ്പുറം. They waded out onto the submerged reefs which stretch out from the rocky headland to the east of the bay on which Namuana village is situated. They waded out. They progressed with difficulty. വളരെ പ്രയാസപൂർവ്വം അവർ മുമ്പോട്ട് പോയി. എങ്ങോട്ട്? ഓൺ ടു ദ സബ്മേഴ്സ്ഡ് റീഫ്സ്, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന, സബ്മേർജ് ചെയ്ത് കിടക്കുന്ന ആ പാറയുടെ മുകളിലൂടെ അവർ പതുക്കെ വിഷമിച്ച് പോവുകയാണ്. ആ റീഫ്സ് എവിടെ നിന്നാണ് വരുന്നത്? റീഫ്സ് ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. എന്തിൻ്റെ? വിച്ച് സ്ട്രെച്ച് ഔട്ട് ഫ്രം ദ റോക്കി ഹെഡ്ലൈൻ ടു ദ ഈസ്റ്റ് ഓഫ് ദ ബേ ഓൺ വിച്ച് നമുവാന വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ്. നമുവാന വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ഉൾക്കടലിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള റോക്കി ഏരിയ. ആ റോക്കി ഏരിയലിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്നതാണ് ഈ റീഫ്സ്. ആ റീഫ്സിലൂടെ അവരങ്ങനെ കഷ്ടപ്പെട്ട് നീങ്ങി, സാധാരണത്തേക്കാൾ ദൂരം അവർ സഞ്ചരിച്ചു. They became so engrossed with their fishing. അവർ മുഴുകുകയാണ്, അല്ലേ? കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്തിൽ? അവരുടെ ഫിഷിങ്ങിൽ. They didn't notice the stealthy approach of a great volcano. അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ത്? ദ സ്റ്റെൽത്തി അപ്രോച്ച്, കള്ളന്മാരെ പോലെയുള്ള പതുങ്ങിയുള്ള നടത്തത്തിനൊക്കെയാണ് സ്റ്റെൽത്തി മൂവ്മെൻ്റ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ അപ്പുറത്ത് കൊള്ളക്കാരുടെ പോലെ ഒരു ടീമായിരിക്കും, അല്ലേ? സ്റ്റെൽത്തിയാണ്, വളരെ രഹസ്യമായിട്ടാണ് വരുന്നത്, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ. ഒരു വലിയ യുദ്ധക്കപ്പൽ, കപ്പലല്ല കെനു, അല്ലേ? അങ്ങോട്ട് നീങ്ങുകയാണ്. ഫിൽ വിത്ത് ഫിഷർമാൻ, ആ വോൾക്കനുവിൽ നിറയെ ഫിഷർമാനായിരുന്നു. ഇവിടെ നിന്നാണ് ആ കെനു വരുന്നത്? ഫ്രം ദ നിയർ ബൈ വില്ലേജ് ഓഫ് നബുക്കേളവു, തൊട്ടടുത്ത് കിടക്കുന്ന വില്ലേജായിട്ടുള്ള നബുക്കേളവു എന്ന പ്രദേശത്തെ ഫിഷർമെൻ ആയിരുന്നു ആ ഗ്രേറ്റ് വോൾക്കനുവിൽ ഉണ്ടായിരുന്നത്. ദീസ് വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിങ്ടൺ. നബുക്കേളവുവിൻ്റെ സ്ഥാനമാണ് പറയുന്നത് മൗണ്ട് വാഷിങ്ടൺ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ, അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ വില്ലേജ് ഉള്ളത്. ദ ഹയസ്റ്റ് മൗണ്ടൻ ഓഫ് കണ്ടാവു ഐലൻഡ്, കണ്ടാവു ഐലൻഡിലെ ഏറ്റവും വലിയ മൗണ്ടനാണ് മൗണ്ട് വാഷിങ്ടൺ. അതിൻ്റെ ഷാഡോ പറ്റി കിടക്കുന്നതാണ് ഈ വില്ലേജ്, നബുക്കേളവു വില്ലേജ്. ഈ മൗണ്ട് വാഷിങ്ടണിനെ കുറിച്ചൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ടുഡേ മൗണ്ട് വാഷിങ്ടൺ ഈസ് വെൽ നോൺ ടു ദ മറൈനേഴ്സ്. ഇന്ന് കടൽ സഞ്ചാരികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൗണ്ട് വാഷിങ്ടൺ. കാരണം എന്താ വെച്ചാൽ ദർ ഈസ് എ സ്പ്ലെൻഡിഡ് ലൈറ്റ് ഹൗസ് ദർ. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അല്ലേ?
ഈ കപ്പൽ സഞ്ചാരികൾക്ക് ഡയറക്ഷൻ കാണിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ്. വാർണിംഗ് ദം ദി ഡേഞ്ചേഴ്സ് ഓഫ് ദ റോക്കി കോസ്റ്റ് ലൈൻ. സമുദ്രസഞ്ചാരികൾക്ക് അവിടെയുള്ള പാറക്കെട്ടുകളെക്കുറിച്ചുള്ള ധാരണ, അപകടത്തിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി അവിടെ ലൈറ്റ് ഹൗസ് നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് മൗണ്ട് വാഷിങ്ടൺ പിന്നീട് പ്രശസ്തമായത്. സഡൻലി ദ ഫിഷർമാൻ ലെഫ്റ്റ് ഫ്രം ദീസ് കനൂ ആൻഡ് സീസ് ദ ടു വിമൻ, ബൗണ്ട് their hands and feet with wine, tossed them into the bottom of the canoe and set off in a great haste for home. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഈ കനൂവിലുള്ള ഫിഷർമാൻ, നബുക്കെളവ് വില്ലേജിലെ ഫിഷർമാൻ, they leapt from their canoe, they jumped out of their boat and seized എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക അല്ലേ, ഇവിടെ കോട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. കോട്ട് ദ ടു വിമൻ, രണ്ടുപേരെയും പിടിച്ചു കിട്ടി. ബൗണ്ട് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് വൈൻ, മുന്തിരിവള്ളികൾ ഉപയോഗിച്ച് അല്ലേ, ഗ്രേപ്പ് വൈൻ ഉപയോഗിച്ച് അവരുടെ കൈകാലുകൾ കെട്ടി. എന്നിട്ടോ ടോസ് ദം ഇൻടു ദ ബോട്ടം ഓഫ് ദ കനോ, രണ്ടുപേരെയും എടുത്തെറിഞ്ഞു എങ്ങോട്ട്? അവരുടെ ബോട്ടിൻ്റെ അടിത്തട്ടിലേക്ക്. ആൻഡ് സെറ്റ് ഓഫ് മീൻസ് ദേ സ്റ്റാർട്ടഡ് ജേണി ഇൻ എ ഗ്രേറ്റ് ഹേസ്റ്റ്, വളരെ ധൃതിയിൽ അവരുടെ നാട്ടിലേക്ക് അവർ തിരിച്ചു. ഓൾദോ ദ വിമൻ പ്ലീഡഡ് ഫോർ ദെയർ ലൈവ്സ്, അവരുടെ ജീവന് വേണ്ടി ഈ സ്ത്രീകൾ അപേക്ഷിച്ചെങ്കിലും ദ ക്രൂവൽ വാരിയേഴ്സ് ഫ്രം നബുക്കെളവ് ഡിഡ് നോട്ട് ലിസൺ ടു ദ എൻറ്റിറ്റീസ്, ക്രൂരരായിട്ടുള്ള ഈ വാരിയേഴ്സ്, നബുക്കെളവിൻ്റെ വാരിയേഴ്സ്, അവർ ഈ യാചനകളൊന്നും ചെവിക്കൊണ്ടില്ല. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ബിസീച്ച്, ബെഗിങ്, റിക്വസ്റ്റ്, ഇതൊന്നും ചെവിക്കൊള്ളാതെ ഈ സ്ത്രീകളെയും കൊണ്ട് അവർ യാത്ര തിരിച്ചു. ദ ഗോഡ്സ് ഓഫ് ദ സീ ഹവെവർ കൈൻഡ്, അവിടെയുള്ള കടൽ ദേവതകൾ ഏതായാലും കൈൻഡായിരുന്നു അല്ലേ, ദയാലുക്കളായിരുന്നു. ആൻഡ് സോ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? എ ഗ്രേറ്റ് സ്റ്റോം അറോസ്, അവിടേക്ക് വലിയൊരു കൊടുങ്കാറ്റ് വന്നു. ആൻഡ് ദ കനൂ വാസ് ടോസ്ഡ് അബൌട്ട് ബൈ ഹ്യൂജ് വേവ്സ് വിച്ച് ഓൾമോസ്റ്റ് സ്വാംഡ് ഇറ്റ്. വലിയ കാറ്റ് വരികയും അവർ വന്ന കനൂ ഇറ്റ് വാസ് ടോസ്ഡ് അബൌട്ട് ബൈ ഹ്യൂജ് വേവ്സ്, വലിയ തിരമാലകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടോസ് ചെയ്യപ്പെടുകയും ചെയ്തു, എടുത്തെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിച്ച് ഓൾമോസ്റ്റ് സ്വാംഡ് മീൻസ് ഡ്രഞ്ച്ഡ്, സബ്മേജ്ഡ്, അത് മുങ്ങിപ്പോകുന്ന രീതിയിലെത്തി ആ കനൂ. ആസ് ദ കനൂ ഫൗണ്ടഡ് ഇൻ ദ സീ, ദറ്റ് ഈസ് ആസ് ദ ബോട്ട് സാങ്ക് ഇൻ ടു ദ സീ, ആ കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ദ ഫിഷർമാൻ വെർ അസ്റ്റൗണ്ടഡ് ടു നോട്ടീസ് ദാറ്റ്, ആ കപ്പലിലെ ആളുകൾ, അവിടുത്തെ ഫിഷർമാൻ എന്ത് ചെയ്തു? ദേ വർ അസ്റ്റൗണ്ടഡ് മീൻസ് അസ്റ്റോണിഷ്ഡ്, പെർപ്ലെക്സ്ഡ്, അവർ അന്തം വിട്ടുപോയി, അന്താളിച്ചു പോയി. എന്ത് കണ്ടപ്പോൾ? ടു നോട്ടീസ് ദാറ്റ് ദ ടു വിമൻ ലൈയിങ് ഇൻ വാട്ടർ ഇൻ ദ ഹോൾഡ് ഓഫ് ദ കനോ ഹാഡ് സഡൻലി ചേഞ്ച്ഡ് ഇൻ ടു ടേർട്ടിൽസ്. ആ കാഴ്ചയാണ് അവർ കണ്ടത്. ഈ സ്ത്രീകൾ, ഈ കനോവിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ കുടുങ്ങി കിടക്കുന്ന ഈ സ്ത്രീകൾ അവരെന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ആമകളായി മാറി. ആൻഡ് ടു സേവ് ദെയർ ഓൺ ലൈഫ്സ്, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതായത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ദ മെൻ, ദ ഫിഷർമെൻ സീസ് ദം ആൻഡ് ത്രൂ ദം ഇൻ ടു ദ സീ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഫിഷർമെൻ എന്ത് ചെയ്തു? ആമകളായി മാറപ്പെട്ട ഈ രണ്ട് സ്ത്രീകളെയും കടലിലേക്ക് എറിഞ്ഞു. ആസ് ദേ സ്ലിപ്ഡ് ഓവർ ദ സൈഡ് ഓഫ് ദ കനോ, ആ ബോട്ടിൻ്റെ സൈഡിലൂടെ അവർ താഴേക്ക് സ്ലിപ്പ് ചെയ്തിറങ്ങിയപ്പോൾ ദ വെദർ ചേഞ്ച്ഡ് ആൻഡ് ദെർ വർ നോ മോർ വേവ്സ്. ആ ആമകൾ വെള്ളത്തിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ കാലാവസ്ഥ ആകെ മാറി. പിന്നീട് അങ്ങോട്ട് ഇവിടെ തിരമാലകളൊന്നും ഉണ്ടായില്ല. ദെൻ നബുക്കെളവ് ഫിഷർമാൻ കണ്ടിന്യൂ ദെയർ ജേണി ബാക്ക് ടു ദെയർ ഹോം വില്ലേജ്. അങ്ങനെ നബുക്കെളവിലെ യോദ്ധാക്കൾ, അവിടുത്തെ ഫിഷർമാൻ, മുക്കുവർ, അവരുടെ ജേണി തുടർന്നു അവരുടെ ഹോം വില്ലേജിലേക്ക് എത്തി. ആൻഡ് ദ ടു വിമൻ ഫ്രം നമുവാന who had been changed to turtles lived on in the water of the bay. ഈ രണ്ട് സ്ത്രീകൾ നമുവാനയിലെ ആമകളായി മാറപ്പെട്ട സ്ത്രീകൾ, they continue to live on in the water. അവരവിടെ വെള്ളത്തിൽ താമസം തുടർന്നു ആ ഒരു ബേയിൽ വെള്ളത്തിൽ അങ്ങനെ താമസം തുടർന്നു. പിന്നീട് അവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല, ആമകളായി മാറിയില്ലേ. It is their descendants today who rise from the water when the maidens of their own village sing songs to them from the cliffs. അപ്പോൾ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. Is their descendants means progeny, posterity, അവരുടെ പിൻതലമുറക്കാർ, അവരാണ് ഇന്ന് വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്നത്. റൈസ് ഫ്രം ദ വാട്ടർ when the maidens of their own village sing songs to them from the cliffs. പാറയുടെ മുകളിൽ നിന്ന് അങ്ങനെ പാട്ട് പാടുന്ന സമയത്ത് സ്വന്തം വില്ലേജിലെ മെയ്ഡൻസ്, കന്യകമാർ പാടുന്ന സമയത്ത്
വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വരുന്നത് ഈ ടിനേക്കോ ബോഗയുടെയും റൊഡോലൈസിൻ്റെയും ഡിസെൻഡൻസ് ആണെന്നാണ് വിശ്വാസം. The translation of the strange song which is chanted on such occasions is as follows. അപ്പോൾ ആ ചാൻഡ് നേരത്തെ പറഞ്ഞു കന്യാകുമാർ അവരങ്ങനെ ചാൻഡ് ചെയ്യാറുണ്ടായിരുന്നു, സോങ് പാടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: The women of Namuana are all dressed in mourning. നമുവാനയിലെ സ്ത്രീകളെല്ലാവരും മോർണിംഗ് ഡ്രസ്സിലാണ്. മോർണിംഗ് ഡ്രസ്, വിലാപത്തിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് കറുത്ത വസ്ത്രമാണല്ലേ, ബ്ലാക്ക് ഡ്രസ്. സോ വിമൻ ഓഫ് നമുവാന ആർ ഇൻ ബ്ലാക്ക് ഡ്രസ്. ഈച്ച് ക്യാരീസ് എ സേക്രഡ് ക്ലബ്. ഓരോരുത്തരുടെ കയ്യിലും വിശുദ്ധമായ ഒരു വടിയുണ്ട്. ഈച്ച് ടാറ്റൂഡ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. വിചിത്രമായ രീതിയിൽ ടാറ്റൂ ചെയ്ത, ചിലപ്പോൾ കൊത്തുപണികളൊക്കെ ആയിരിക്കും, അങ്ങനെ ടാറ്റൂ ചെയ്ത ചില ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള ഒരു വിശുദ്ധമായ വടി ഓരോരുത്തരുടെയും കയ്യിലുണ്ട്. Do rise to the surface, Rudales, so we may look at you. So do rise, ഉയർന്നു വരൂ എങ്ങോട്ട്? To the surface. റൗഡാലിസിനോട് പറയുകയാണ്, പൊങ്ങി വരൂ, ഞങ്ങൾ നിങ്ങളെ കാണട്ടെ. Do rise to the surface, Tineko Boga, so we may also look at you. Tineko Boga, നിന്നെയും ഞങ്ങൾ കാണട്ടെ, പൊങ്ങി വരൂ. You may doubt the truth of the legend. ഒരുപക്ഷെ നിങ്ങൾ ഐതിഹ്യത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തേക്കാം. അല്ലെങ്കിൽ ഐതിഹ്യം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. യു കനോട്ട് ഡൗട്ട് ദ ഫാക്ട് ദാറ്റ്. നിങ്ങൾക്ക് ഈ ഒരു ഫാക്റ്റ് സംശയിക്കാൻ സാധിക്കില്ല. എന്താണ് ആ ഫാക്റ്റ്? ദ ചാൻറ്റിങ് ഓഫ് ദി സ്ട്രെയിഞ്ച് സോങ്. ഈ ഒരു വിചിത്രമായ പാട്ട് ചാൻറ്റ് ചെയ്യുന്ന സമയത്ത്, മന്ത്രിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇൻഫാക്ട് lure the giant turtles. It attracts, this song attracts the giant turtles to the surface of the blue waters of the bay. ആ ഉൾക്കടലിൻ്റെ നീലജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഈ വലിയ ആമകൾ വരുന്നു, ഈ പാട്ടിനാൽ ആകർഷിക്കപ്പെട്ട് എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല, അല്ലേ? ഇപ്പോൾ ഈ ബേ എവിടെയാണെന്ന് പറയുന്നു? നിയർ നമുവാന വില്ലേജ് ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു. സോ എങ്ങനെയുണ്ട് ലെജൻഡ്? ഐതിഹ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രദേശത്ത്, ഓരോ പ്രദേശത്തിന് ഓരോ പേരുണ്ട്. ആ പേര് തന്നെ എന്തെങ്കിലും ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടായിട്ടും കിടക്കുന്നുണ്ടാവുക, അല്ലേ? അതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും, നല്ല രസമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഏതായാലും ഒരു ഫിജിയൻ ലെജൻഡിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണിത്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷനാണ്, ഇപ്പോൾ ടെക്സ്റ്റ് മാറി വന്ന ആദ്യത്തെ എക്സാമിനേഷനിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അത് പിന്നീടും 1-2 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ പ്രദേശത്തുള്ള എന്തെങ്കിലും ഒരു റിച്വലിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക, അതും കൂടി ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് മോർ. Until then, goodbye.